ജനസേവനത്തിനും പൊതുജനാരോഗ്യത്തിനും ഊന്നൽ നൽകി വട്ടംകുളം പഞ്ചായത്ത് 2024-25 സാമ്പത്തിക ബജറ്റ് അവതരിപ്പിച്ചു. പ്രാരംഭ ബാക്കി 3,02,04,641 രൂപ. നികുതി വരുമാനം 2,18,10,000 രൂപ. നികുതി ഇതര വരുമാനം 90,26,200 രൂപ. ആകെ തനത് ഫണ്ട് 3,08,36,200 രൂപ. ജനറൽ പർപ്പസ് ഫണ്ട് 39,53,62,348 രൂപ വരവും 38,38,53,075 രൂപ ചെലവും 1,15,09,273 രൂപ ബാക്കിയുള്ള മിച്ച ബജറ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത്. 9,20,00,000 രൂപ പാർപ്പിട മേഖലയിലേക്ക് വകയിരുത്തി. ലൈഫ് പദ്ധതിക്കായി 350 വീടുകൾ നിർമ്മിച്ചു നൽകി സമ്പൂർണ്ണ ഭവന ലഭ്യതയാണ് ഈ ഭരണസമിതി ലക്ഷ്യമിടുന്നത്. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ഫിഷറീസ് തുടങ്ങിയ ഉൽപാദന മേഖലയുടെ സ്വയം പര്യാപ്തത ഉറപ്പുവരുത്തുന്ന ഒരു ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പദ്ധതി പ്രവർത്തനത്തിലൂടെയും തൊഴിലുറപ്പ് പദ്ധതി മുഖാന്തരവും പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ റോഡുകളും നവീകരിച്ച് ഗതാഗത സൗകര്യം ഉറപ്പുവരുത്തും. സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കൽ, സമ്പൂർണ്ണ കുടിവെള്ള ലഭ്യത, മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയ്ക്കായി 60 ലക്ഷം രൂപയും വകയിരുത്തി. പട്ടികജാതി ക്ഷേമം, വനിത, ശിശു, വിഭിന്ന ശേഷിക്കാർ, വയോജനങ്ങൾ എന്നിവരുടെ ക്ഷേമം, യുവജന ക്ഷേമം എന്നിവയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകി. വട്ടംകുളം ഗ്രാമപഞ്ചായത്തിൽ നടന്ന ബജറ്റിൽ പഞ്ചായത്ത് പ്രസിഡന്റ് MA നജീബ് അധ്യക്ഷത വഹിച്ചു. വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല സജീബ് ബജറ്റ് അവതരിപ്പിച്ചു. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ, ശ്രീജ പാറക്കൽ, പത്മ MN, അനിത VP, അക്ബർ പനച്ചിക്കൽ, രാജലക്ഷ്മി CB, ദിലീപ് എരുവപ്ര, KP റാബിയ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. നമ്മുടെ ജനകീയമായിട്ട് നമ്മുടെ വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന നമ്മുടെ ഓഡിറ്റോറിയം കം ഷോപ്പിംഗ് കോംപ്ലക്സ് അത് പുതിയ രീതിയിൽ, പുതിയ മാനത്തിൽ നമ്മൾ അത് ആവിഷ്കരിച്ച് നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം വീടില്ലാത്തവർക്കായിട്ട് 350 വീടുകൾ ലക്ഷ്യമിട്ടിട്ടാണ് ഗ്രാമപഞ്ചായത്ത് പുതിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, എല്ലാ മേഖലയിലും വളരെ കൃത്യമായിട്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ഈ ഭരണസമിതി പുതിയ ബഡ്ജറ്റിൽ വളരെ കൃത്യമായി തന്നെ എല്ലാ മേഖലയിലും ഫണ്ട് വെച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥാവിശേഷമാണുള്ളത്. നമുക്ക് ഏകദേശം 39,53,62,348 രൂപ വരവും 38,38,53,075 രൂപ ചെലവും 1,15,00,000 രൂപയോളം മിച്ചമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഈ വർഷം നമ്മൾ 2024-25 വർഷത്തിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. NCV ന്യൂസ്, എടപ്പാൾ.